ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ ഒരു ചെറിയൊരു ബ്യൂട്ടി ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതെന്താണെന്ന് നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവില്ലേ? ഇത് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാകുന്ന കക്കരിക്ക, കുക്കുംബർ നന്നായി കഴുകിയിട്ട് മിക്സിയിൽ ചെറുതായി അരിഞ്ഞിട്ടിട്ട് നന്നായി അരച്ചെടുക്കുക. ശേഷം അത് അരിച്ചെടുക്കുക. അതിനകത്തോട്ട് നമ്മുടെ അരിപ്പൊടി നല്ല നൈസായിട്ട് പൊടിഞ്ഞ പത്തിരിപ്പൊടിൻ്റെയൊക്കെ പോലെ പൊടിഞ്ഞ അരിപ്പൊടി ഇട്ട് മിക്സാക്കുക. നമ്മുടെ മേത്ത് തേച്ചാൽ ഇതുപോലെ അവിടെ ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ ആകുന്നത് വരെ മിക്സാക്കി അരിപ്പൊടി ഇട്ട് മിക്സാക്കുക. ശേഷം മുഖത്ത് തേക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുഖം കഴുകണം കേട്ടോ. ഏത് ഫേസ് മാസ്ക് ഇടുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ മുഖം ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഫേസ് മാസ്ക് ഇടുക. ഇട്ടതിന് ശേഷം 20 മിനിറ്റ് ഇത് വെക്കുക. 20 മിനിറ്റിന് ശേഷം ഇത് വേണമെങ്കിൽ നമുക്കൊന്നും കൂടി ഇതിൻ്റെ മുകളിൽ ഒരു കോട്ടും കൂടെ മാസ്ക് ഇട്ട് കൊടുക്കാം. അതല്ല എങ്കിൽ നമുക്ക് 20 മിനിറ്റിന് ശേഷം വാഷ് ചെയ്ത് കളയാം. ചെറിയ വാം വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം. അതിന് ശേഷം ടവൽ ഉപയോഗിച്ചിട്ട് ഒപ്പിയെടുക്കുക കേട്ടോ. ഒപ്പിയെടുക്കുക, അങ്ങനെ വലിച്ച് വാരി തോർത്തിയെടുക്കാൻ പാടില്ല, ജസ്റ്റ് ഒപ്പിയെടുക്കുക. വാഷ് ചെയ്തതിന് ശേഷം ഒപ്പിയെടുക്കുക കേട്ടോ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. റിസൾട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഒറ്റ യൂസിൽ നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാകുന്നതായിരിക്കും. ഓക്കെ, ഇത് ഞാൻ വീണ്ടും വരാം. ഇത് കഴുകിയിട്ടാകുമ്പോൾ എനിക്കൊരു തെറ്റ് പറ്റി. ഇത് ചെയ്യുന്നതിന് മുമ്പും കൂടി എൻ്റെ ഒരു ഫേസ് കാണിച്ചിട്ട് നിങ്ങളെ ഇതാക്കേണ്ടതായിരുന്നു. സാരമില്ല, ഞാൻ വീഡിയോസ് ഇടുമ്പോൾ എൻ്റെ മുമ്പുള്ള ഒരു ഫോട്ടോസ് അതിലിട്ടിട്ട് ഞാൻ ഈ വീഡിയോ യൂട്യൂബിലേക്ക് ഇടാം കേട്ടോ. പിന്നെ എല്ലാവരോടും ഒരു കാര്യം കൂടി പറയുകയാണ്, ഏത് ഫേസ് മാസ്ക് നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പും മുഖം നന്നായി സോപ്പിട്ടൊന്ന് കഴുകുക. അതിന് ശേഷം നമ്മൾ ഫേസ് മാസ്ക് യൂസ് ചെയ്യുക. അത്രയും ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളൂ. ഇതിൽ യാതൊരുവിധ കെമിക്കലും ഇല്ല, നാച്ചുറലാണ്. നമ്മൾ കണ്ട കെമിക്കലും അതൊന്നും മേടിച്ചിട്ടിട്ട് നമ്മുടെ എന്താ പറയുക, ആരോഗ്യം നശിപ്പിക്കേണ്ട. ഇത് നമ്മുടെ വീട്ടിൽ മാത്രം ഉപയോഗിക്കുന്ന, നമുക്ക് ലൈവായിട്ട് കണ്ടുകൊണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഇതെടുത്തിട്ട് നമുക്ക് നമ്മളുടെ മുഖത്തുള്ള ചുളിവുകളും സൺ ടാൻ ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇത് ഒറ്റ യൂസിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ മുഖത്ത് ട്രൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ കൈയിൻ്റെ തൊലിപ്പുറത്ത് ജസ്റ്റ് ഒരു 20 മിനിറ്റ് തേച്ച് കൊടുക്കുക. നന്നായിട്ട് സോഫ്റ്റായിട്ട് മസാജ് ചെയ്യണം കേട്ടോ. ആദ്യത്തെ കോട്ടിട്ട് ലൈറ്റായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക, പിന്നെ സോഫ്റ്റായിട്ടൊന്ന് മസാജ് ചെയ്യുക. താഴേന്ന് മുകളിലേക്ക് വേണം ഇട്ട് കൊടുക്കാൻ. മുകളിൽ നിന്ന് താഴേക്ക് യാതൊരു കാരണവശാലും വരാൻ പാടില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ ചെയ്ത് മുകളിലേക്ക് പോകാം. അത്രയേ ഉള്ളൂ കേട്ടോ. വേറൊന്നും ഇതിനകത്ത് ഇതാക്കാനില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടണം. ഇടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടും. എന്നിട്ട് ഒരിത് നിങ്ങൾ വിചാരിക്കേണ്ട, യാതൊരുവിധ കെമിക്കലും ഇല്ല. ആദ്യം നമ്മളെ വീട്ടിലുള്ള കക്കരിക്ക നന്നായി വാഷ് ചെയ്തതിന് ശേഷം ചെറുതായി അരിഞ്ഞിട്ട് കക്കരിക്കേൻ്റെ ഒരു കഷ്ണം, ഒരു 1/4 ഭാഗം മതി. നമുക്ക് എത്രയാക്കാണോ യൂസ് ചെയ്യേണ്ടത് അതനുസരിച്ച് നിങ്ങൾ അളവ് കൂട്ടാം. അത് നന്നായി വാഷ് ചെയ്തിട്ട് തൊലി കളയേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ തന്നെ അരച്ചോളൂ. മുറിച്ചിട്ടിട്ട് മിക്സിയിലിട്ട് അരയ്ക്കുക. അരച്ചതിന് ശേഷം അരിച്ചെടുത്തിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ പൊടിക്കണ പോലെ അരി പൊടിച്ച് നൈസായിട്ട് പൊടിച്ച അരിപ്പൊടി ഇതിലേക്ക് മിക്സാക്കുക. ഇത്തിരി നാരങ്ങാ നീരും കൂടി ഒരു 2-3 സ്പൂൺ നാരങ്ങാ നീര് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലത്. ഇനി അതില്ല കുഴപ്പമില്ല. ഈ 2 സംഭവം വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക. അടുത്ത ബ്യൂട്ടി ടിപ്സായിട്ട്
ഞാൻ വീണ്ടും എത്തുന്നത് വരെ ഓക്കെ. ഇത് വാഷ് ചെയ്ത് വന്നതിന് ശേഷം ഒന്നും കൂടി ഞാൻ വരാം കേട്ടോ. 20 മിനിറ്റ് ആകണം. ഓക്കെ, വെയിറ്റ്.